നമസ്തേ. മഹാഭാരതത്തിലെ ഒരു ഏടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു അധ്യായം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദുഷ്ട കഥാപാത്രമുണ്ട്. രാമായണത്തിലെ മന്ധരയെ പോലെ ദുഷ്ടത്തരം മാത്രം ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്. ശകുനി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. തൻ്റെ സഹോദരിയെ സഹായിക്കാൻ എന്ന വ്യാജേന എത്തിച്ചേർന്ന ഒരു കഥാപാത്രമാണ് ശകുനി. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ശകുനിയുടെ മരണസമയത്ത്, അതായത് നകുലൻ ശകുനിയെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ ഗാന്ധാരി വരുന്നുണ്ട്. അതായത് അത് കഴിഞ്ഞിട്ട് ഗാന്ധാരി മരണവക്രത്തിൽ കിടക്കാണ്. എല്ലാവരും പോയി. കയ്യും കാലും തളർന്നുകൊണ്ട് ശകുനി തൻ്റെ മരണവും കാത്ത് കിടക്കുമ്പോൾ തൻ്റെ സഹോദരിയെ കാണണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ശകുനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധാരി അവിടെ വരികയാണ്. അത്രയും നാൾ തൻ്റെ ഭർത്താവ് അന്ധനായിരുന്നത് കൊണ്ട് ഗാന്ധാരിയും കണ്ണുകെട്ടി, ആരെയും കാണാതെ കണ്ണുകെട്ടിയിരുന്ന ആ അവസരത്തിൽ, എന്നാൽ ഈ സമയത്ത് ഗാന്ധാരി തൻ്റെ കണ്ണ് കെട്ടിയിരുന്ന തുണി അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് സ്വന്തം സഹോദരനോട് കാര്യങ്ങൾ തിരക്കി, അല്ലെങ്കിൽ സ്നേഹാർദ്രമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മരണത്തെ കാത്തു കിടക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ശകുനി പറയുന്ന കുറേ സത്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ ഇത്രയും കാലം കൗരവരുടെ കൂടെ നിന്നതും അവരെ ഉപദേശിച്ചതും അവരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല എന്നാണ്. നമുക്ക് തോന്നും സ്നേഹം കൊണ്ട് മാത്രമാണ് അമ്മാവനായിട്ട് അഭിനയിച്ചോടെ എത്തിയെന്ന്. മറിച്ച് കൗരവവംശത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നകുനി പറയുന്നുണ്ട്. അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്, ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ്. അതായത് ഗാന്ധാരിയെ ആരാണോ ആദ്യം വിവാഹം കഴിക്കുന്നത് ആ വ്യക്തി മരണപ്പെട്ടു പോകും എന്ന് ഗാന്ധാരിയുടെ കുണ്ടലിയിലുണ്ടായിരുന്നു. അതായത് ജന്മനക്ഷത്രത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു പ്രതീകാത്മകമായി വിവാഹം കഴിപ്പിച്ചു. ഒരാടിനെ കൊണ്ട് പ്രതീകാത്മകമായി ഗാന്ധാരി വിവാഹം കഴിപ്പിക്കുകയും പിന്നീട് ആ ആടിനെ ബലി കൊടുക്കുകയും ചെയ്തു. ഈ രഹസ്യം മറച്ചു വെച്ചാണ് ധൃതരാഷ്ട്രവുമായിട്ട് ഗാന്ധാരിയുടെ വിവാഹം നടത്തിയത്. പിൽക്കാലത്ത് ഈ രണ്ടാം വിവാഹ രഹസ്യം അറിഞ്ഞ ഭീഷ്മരും ധൃതരാഷ്ട്രരും കോപിഷ്ഠരാവുകയും ഗാന്ധാരിയുടെ പിതാവായ സുബലനെയും ശകുനി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ 100 പുത്രന്മാരെയും തടവറയിലാക്കി. തടവറയിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ വളരെ കുറച്ച് ഭക്ഷണം, അതായത് ഒരു പിടി ചോറ് മാത്രം കൊടുത്തു. തങ്ങൾ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കുമെന്ന് മനസ്സിലാക്കിയ സുബല രാജാവ് തങ്ങളുടെ വംശത്തിന് നേരെയുണ്ടായി ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമാനായ ശകുനിയെ തിരഞ്ഞെടുത്തു. ബാക്കിയുള്ളവർ തങ്ങൾക്ക് കിട്ടുന്ന ആഹാരം, ആ ഒരു പിടി ചോറ് കൂടി ശകുനിക്ക് കൊടുത്തു. അവനെ ജീവനോടെ നിലനിർത്തി മരണപ്പെടുന്നതിന് മുൻപ് സുബലൻ ശകുനിയുടെ ഒരു കാൽ തല്ലിയൊടിച്ചു എന്ന് പറയും. എന്തിനാണ് കാല് തല്ലിയൊടിച്ചത്? ഈ പ്രതികാരം ഒരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ ശകുനി മറക്കാതിരിക്കാൻ വേണ്ടി ശകുനിയുടെ ഒരു കാൽ തല്ലിയൊടിച്ചു എന്നുമാണ് പറയുന്നത്. അതുകൂടാതെ തൻ്റെ മരണശേഷം തൻ്റെ അസ്ഥികൾ, എല്ലുകൾ എടുത്ത് ചൂത് കരുക്കൾ ഉണ്ടാക്കണമെന്നും സുബലൻ കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ ശകുനിയോട് പറഞ്ഞു. ആ കരുക്കൾ ശകുനി വിചാരിച്ചതുപോലെ മാത്രമേ വീഴത്തുള്ളൂ. അതിനൊരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. നമുക്കറിയാം, മഹാഭാരതത്തിൽ ചൂത് കളിക്കപ്പെട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളച്ചൂത് കളിച്ചതിന് ശേഷം പാണ്ഡവരെ തോൽക്കുകയും പാണ്ഡവരെ എല്ലാം ഇവർക്ക് ദുര്യോധനാദികൾക്ക് അടിമപ്പെടുത്തുകയും ചെയ്തു. അവസാനം എത്തിയത് പാഞ്ചാലിയാണ്. പാഞ്ചാലിയെ കൂടി പണയപ്പെടുത്തിയ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശകുനി പെട്ടെന്നൊന്ന് എഴുന്നേറ്റു. ചെയ്യുന്നത് തെറ്റാണെന്ന് നല്ല ബോധ്യമുണ്ട്. ആ സഭയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന്. പ്രബലന്മാരായ പാണ്ഡവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
പക്ഷെ ശകുനി വിചാരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താമായിരുന്നു. ഈ സത്യം ഒരുപക്ഷെ പറഞ്ഞിരുന്നുവെങ്കിൽ പാഞ്ചാൽ രക്ഷപ്പെട്ടേനും. ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നൊരാഗ്രഹം കൂടി ശകുനിക്കുണ്ടായിരുന്നു. ഈ പ്രതിജ്ഞയോടാണ് ശകുനി ഹസ്തിനാപുരത്തിൽ തുടർന്നതും ദുര്യോധനന്റെ പ്രിയപ്പെട്ട മാമനായി അഭിനയിച്ചതുമൊക്കെ. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 18-ാം നാൾ സഹദേവന്റെ അമ്പുകളേറ്റ് ശകുനി വീഴുമ്പോൾ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നേരത്താണ് ശകുനി ഗാന്ധാരിയോട് ഈ സത്യം പറയുന്നത്. താൻ കൗരവപക്ഷത്ത് നിന്ന് പാണ്ഡവർക്കെതിരെ ചതുരംഗവും ചൂതും കളിച്ചതും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർത്തതും പാണ്ഡവരോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് തൻ്റെ അച്ഛൻ്റെയും സഹോദരന്മാരുടെയും മരണത്തിൽ കാരണക്കാരായ കൗരവ വംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന തൻ്റെ അച്ഛൻ നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടിയായിരുന്നു എന്നതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം അല്ലെങ്കിൽ ശകുനി ഏറ്റെടുത്തത്? തൻ്റെ പക തീർക്കാൻ വേണ്ടി മാത്രം. പകയോടാണ് മരിക്കുന്നത്. ഇനിയും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗാന്ധാരിയുടെ കണ്ണിൽ നിന്നുണ്ടായ കണ്ണുനീര് കണ്ടപ്പോൾ ശകുനിക്ക് വളരെയധികം ദുഃഖം തോന്നി. താൻ ചെയ്തതെല്ലാം അധർമ്മമാണെന്ന് ശകുനിക്ക് മനസ്സിലായി. കാര്യം, മരണത്തോടടുക്കുന്ന ഒരു വ്യക്തി തൻ്റെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഗാന്ധാരിയോട്. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ തീർത്ഥടത്തിലുണ്ടായിരുന്നു. അത് ഭഗവാൻ കൃഷ്ണനാണ്. ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടുനടന്ന കടുത്ത പ്രതികാരാഗ്നിയും പേറിയാണ് ശകുനി ജീവിച്ചത്. സ്വന്തം അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ദാരുണമായ മരണം കൺമുൻപിൽ കാണേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ തീവ്രമായ മാനസിക ഭാരത്തിൽ നിന്നും പ്രതികാര ചിന്തകളിൽ നിന്നും ഉളവായതാണ് ഈ കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ. ഒരാത്മാവിൻ്റെ മോചനം ആവശ്യമാണ്. ഇത് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ പകയിൽ ജീവിച്ചു തീർത്തിയുള്ള സങ്കടമാണ് കൃഷ്ണൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. കൃഷ്ണൻ്റെ കണ്ണീരായി മാറി. തൻ്റെ പകയുടെ അവസാന കാലം എത്തി എന്ന് മനസ്സിലാക്കിയ ശകുനി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർത്ഥടത്തിലിരുന്ന കൃഷ്ണൻ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലെ അധർമ്മികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കാൻ ഈശ്വരൻ നിശ്ചയിച്ച ഒരു നിമിത്തം മാത്രമായിരുന്നു ശകുനി. ഇതിപ്പോൾ മനസ്സിലാവേണ്ടത് ഓരോ മനുഷ്യനും ഓരോ നിമിത്തം മാത്രമാണ്. ഇവിടെ എത്തിച്ചേർന്നതും എന്തൊക്കെ ചെയ്തു തീർക്കുന്നു അതെല്ലാം തന്നെ ഒരു നിമിത്തം മാത്രമാണ്. ഒരു നിയോഗം പോലെ ഇവിടെ എത്തിച്ചേർന്ന് മറ്റുള്ളവർക്ക് ദുഷ്ടതയും നന്മയും ചെയ്തു പോകുന്നത് ഓരോ വ്യക്തിയിലും ഒരു നിമിത്തം മാത്രമാണ്. കൗരവർ പാണ്ഡവരുമായി യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ഭൂമിയിലെ ഭൂഭാരം കുറയ്ക്കാൻ കൃഷ്ണന് സാധിക്കുമായിരുന്നുള്ളൂ. ആ ദൗത്യം വിജയിപ്പിക്കാൻ ശകുനിയുടെ കുതന്ത്രങ്ങൾ ആവശ്യമായിരുന്നു. തൻ്റെ പ്രപഞ്ചലീലയിലെ ഏറ്റവും വലിയൊരു കടുപ്പമേറിയ വേഷം കെട്ടിയാടി തീർത്ത നടൻ വിടവാങ്ങുമ്പോൾ സൂത്രധാരനായ ഈശ്വരൻ്റെ കണ്ണുകൾ നിറഞ്ഞതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം സമയം വേണ്ടി വരത്തില്ല. ശകുനി മരിക്കുന്ന സമയത്ത് അർജുനന്റെ രഥത്തിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണനെ, നാരായണനെ നോക്കിക്കൊണ്ടാണ് ജീവൻ വെടിഞ്ഞത്. എത്ര വലിയ പാപിയാണെങ്കിലും മരണസമയത്ത് ഭഗവത് രൂപം ദർശിച്ച് മരിക്കുന്നയാൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശകുനി ഭഗവാനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞപ്പോൾ ആ ആത്മാവിന് മോക്ഷം നൽകിക്കൊണ്ട് ഭഗവാൻ കാരുണ്യത്തിൽ കണ്ണീർ വാഴ്ത്തു എന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ശകുനി എന്ന വ്യക്തിയോടുള്ള വിരോധമല്ല, മറിച്ച് പ്രതികാരത്തിൻ്റെ തീച്ചൂളയിൽ സ്വന്തം ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിനോട് തോന്നിയ പരമമായ കാരുണ്യവും ദയവുമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ കണ്ണിൽ കണ്ണുനീരായി വന്നതെന്ന് പറയപ്പെടുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉണ്ടാകുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്നത് നിമിത്തം മാത്രവും നിയോഗവും മാത്രമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തേ പോകേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ചെയ്തു തീർക്കുമ്പോൾ താൻ ചെയ്ത കുറ്റത്തിൻ്റെ പാപഭാരം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ മുക്തിയിലേക്കുള്ള വഴി തുറക്കുമെന്നാണ് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമസ്കാരം.